പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഇരുവരും അസത്യപ്രചാരണം നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാതെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയെന്നും മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചു. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചൊരു കാര്യം ബീഹാറിനെ പോലെയാണ് അഴിമതി കേരളത്തിലെന്നാണ്. അദ്ദേഹം ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യം ഏറ്റവും വലിയ തമാശയെന്ന് പിണറായി വിജയൻ. റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്യാത്തവരോട് നന്ദി പറയുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്യേണ്ടത്, അല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറയുകയല്ല വേണ്ടതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഏറ്റവും വലിയൊരു തമാശയാണ് ഈ പ്രിയങ്ക ഗാന്ധി വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ആ ചോദ്യം. അത് വളരെ നല്ലൊരു ചോദ്യമായി കേരളം കാണുകയാണ്. കാരണം അവരാരാണ്, അവരുടെ ഭർത്താവ് ആരാണ്, ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്. അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി തിരിച്ചു മറുപടി പറയുന്നു. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി ഇന്നലെ എത്തി മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഇന്നിപ്പോൾ അതിന് മറുപടി, രാഹുൽ ഗാന്ധിക്ക് മറുപടി, ഒപ്പം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞതിനുമുള്ള മറുപടി. ആ തരത്തിലേക്ക് ഈ വിഷയം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിലൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കിയത് മുഖ്യമന്ത്രി തന്നെ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു എന്നതല്ലേ കാണുന്നത്? അനുജ, അതുതന്നെയാണ്. ഈ പൊതുതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും ഒരുമിച്ച് കടന്നാക്രമിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ഇന്ത്യ മുന്നണി സഖ്യമൊക്കെ കൈവിട്ടുകൊണ്ട്, അതായത് രാഹുൽ ഗാന്ധിയെ നേർക്കുനേർ കടന്നാക്രമിക്കുന്ന, വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കാസർഗോഡ് നടത്തിയ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലും സമാനമായ രീതി ആവർത്തിച്ചു. രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരേ സ്വരമാണ്, കേരളത്തെ എതിർക്കുന്നതിൽ ഒരേ സ്വരമാണ് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വിമർശനം. മാത്രമല്ല, കേരളത്തിൽ അഴിമതി കൂടുതലുണ്ടെന്ന് പറയുന്ന പ്രധാനമന്ത്രി അത് കള്ളക്കണക്കാണ്, കള്ളം പ്രചരിപ്പിക്കുകയാണ്, അതിനെ രാഹുൽ ഗാന്ധിയും കൂട്ടുനിൽക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രചരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിനും മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകി. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ അദ്ദേഹം കുടുങ്ങിയ അഴിമതികളിലൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും സ്വീകരിച്ചു. അവരോട് പ്രിയങ്ക ഗാന്ധി നന്ദി പറയുകയാണ് വേണ്ടത്, അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യം ചോദിക്കുകയല്ല വേണ്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി ഉണ്ടായത്. എന്തായാലും നേർക്കുനേർ കടന്നാക്രമിക്കുന്ന, വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്, അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും മുഖ്യമന്ത്രി ഇതേ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ കോൺഗ്രസ് നേതാക്കളും മറുപടി നൽകുമെന്നും പ്രതീക്ഷിക്കാം. അനുജ, അരുൺ, ഇതിപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു പ്രചാരണ പരിപാടിയിൽ, മഹാരാഷ്ട്രയിലെ ഒരു പ്രചാരണ പരിപാടിയിലാണ് കേരള മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നു. അവിടെയും രാഹുൽ ഗാന്ധിക്ക് വിമർശനമുണ്ട്. വയനാടിനെ കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഈ വിഷയം ഒരിക്കൽ കൂടി ഏറ്റെടുത്തുകൊണ്ട് BJP രംഗത്തെത്തുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ടോ? അതായത് മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നത് കൂടാതെ ഇപ്പോൾ ഈ വിഷയത്തിൽ 2 പേരും തമ്മിൽ കൊമ്പ് കോർക്കുന്നു. ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നു. മറ്റൊന്ന്, ഇവർ പരസ്പരം മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവരെ വിശ്വസിച്ച് ഈ സഖ്യത്തിന് വോട്ട് ചെയ്യുക എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പരസ്പര വാക്പോര് അത് BJP ഏറ്റെടുക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ടോ?
അനുജ, തീർച്ചയായും. കാരണം ഈ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ അവർ തമ്മിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പോർമുഖം തുറന്നിരിക്കുന്നു എന്നുള്ളത് BJP വ്യാപകമായി അവരുടെ പ്രചരണായുധമായി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വയനാട് പോലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ, കാസർഗോഡ് ഉൾപ്പെടെ BJP ഇത് പ്രചരണായുധമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും നേർക്കുനേർ ഒരു യുദ്ധത്തിലേക്ക്, അതായത് വാക്പോരിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമം BJPയും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനസമ്പർക്ക പരിപാടികളിൽ ഉൾപ്പെടെ ജനങ്ങളുമായുള്ള സംവാദത്തിൽ ഉൾപ്പെടെ BJP നേതാക്കളും BJP സ്ഥാനാർത്ഥികളും ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അവർ നേർക്കുനേർ പോരാടുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസ്യതയിൽ എടുക്കാൻ കഴിയില്ല. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും അവർക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നത് BJP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഈ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. സംസ്ഥാനത്തും കേരളത്തിനകത്തും ഇത് BJPയുടെ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അനുജ, അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്.